അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ഹദീസ് ക്ലാസ് 55ാമത്തെ ബാബ് സുഹൂദിന്റെ ഫളലിനെ വിവരിക്കുന്ന ബാബ്. കുറെ ഹദീസുകളൊക്കെ ഞങ്ങൾ വിവരിച്ച ഇതിന്റെ 463 464 രണ്ട് ഹദീസായിട്ട് വിവരിക്കുക. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേ ദുനിയാവും ആഖിറത്തും ദുനിയാവുടെ ആഖിറത്തേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതൊക്കെ കമ്പയർ ആക്കി നോക്കുമ്പോൾ ഏതുപോലെ വെച്ചെങ്കിൽ കടലിൽ ഒരു മനുഷ്യ ബെറല് മുക്കിട്ടെടുത്ത എന്നാൽ ഈ ബെറലിൽ എത്ര തണ്ണി വരും അതുപോലെ ആയിട്ടിട്ട് ദുനിയാവുടെ ആഖിറത്തേക്ക് ചേർത്ത് നോക്കുമ്പോൾ ആഖിറത്തിലെ നിഅമത്തുകൾ ഒരുപാടായിട്ടിട്ട് ആഖിറത്തെ നിഅമത്തുകൾക്ക് എന്തില്ല, നഷ്ടമില്ല, അത് നശിഞ്ഞു പോവലില്ല, അല്ല ആഖിറത്തിൽ മരിക്കുകയില്ല, അതൊന്നും തീർന്നു പോകില്ല. ഒരു മനുഷ്യർക്ക് ഉഷാറില്ലാണ്ടാവില്ല, കഷ്ടപ്പാടില്ല, ദുഃഖമില്ല, ബേജാറില്ല. ദുനിയാവുടെ ജീവിതം ആഖിറത്തേക്ക് ചേർത്ത് നോക്കുമ്പോൾ കടലൊക്കെ ബെറല് മുക്കിട്ടെടുക്കുമ്പോൾ എത്ര തണ്ണി വരും അത്രമേ ഉള്ളേ എന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ഈ ദുനിയാവുള്ള കൊസിയും ദുനിയാവുള്ളതായ നിഅമത്തും അതൊന്നും ശാശ്വതമല്ല, അത് ചെറിയത് മാത്രമായിട്ട് എന്നേ വിവരിക്കും. നമുക്ക് ഹദീസ് നോക്കാം. വാനിൽ മുസ്തൗരിദ് ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു അൻഹു ഖാല, മുസ്തൗരിദ് ഇബ്നു ഷദ്ദാദ് റളിയല്ലാഹു അൻഹു ചൊല്ല്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, മദ്ദുനിയ ഫിൽ ആഖിറതി, ദുനിയാവ് ആഖിറത്തിൽ ഇല്ല മിത്ലുമ ഒന്നു പോലെ അല്ലാണ്ടല്ല, യജഅലു അഹദുക്കും നിങ്ങളിൽ നിന്ന് ഒരുത്തൻ ആക്കട ഉസ്ബഅഹു അവന്റെ ബെർലിടെ അവൻ ആക്കറ ഫിൽ യമ്മി കടലിലാക്കട ഫയന്ദുർ എന്നിട്ട് അവൻ നോക്കട ബിമ യർജു എത്ര ഈ ബെർലിൽ വന്നത്. റവാഹു മുസ്ലിം. അപ്പോൾ ദുനിയാവുടെ ആഖിറത്തേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഏതുപോലെ കേട്ടെങ്കിൽ എന്താക്കട ഓർത്ത ബെർല് കടലിൽ മുക്കിയിട്ട് അവൻ എടുക്കുമ്പോഴത്തേക്ക് എത്ര അവൻ്റെ കയ്യിൽ ബെർല് തന്നി വന്നിട്ടിക്കട അത്ര ആയിട്ടിക്കട് ദുനിയാവുടെ ആഖിറത്തേക്ക് ചേർത്തി നോക്കുമ്പോൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുക. ഇനി 464ാമത്തെ ഹദീസ്, ഇതിലും ദുനിയാവും ആഖിറത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് പഠിപ്പാട്ടി കൊടുക്കുന്നു. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ മേൽഭാഗത്തിൽ നിന്നും ഇങ്ങനെ മദീനത്തെ അങ്ങാട്ടെ സൈഡിലേക്ക് ഇഞ്ഞുമുണ്ട്. അപ്പൊ കൂട്ടത്തിൽ എന്തുണ്ട്, സ്വഹാബാക്കൾ നബിയുടെ ഭാഗ സൈഡുകളൊക്കെ സ്വഹാബാക്കൾ ഒട്ടുക്ക് നടന്നുകൊണ്ട് വേണ്ടേ. അപ്പൊ അവിടെ ഒരു ആട് ചത്ത് കിടന്നത്, ചെറിയ ആട് കോലാട്ട് ഒരു കുഞ്ഞായിട്ട് അതിൽ കാതാണെങ്കിലും ചെറിയ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതില് എടുത്തിട്ട് അതിലെ കാതിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്നിട്ട് എടുത്ത് ഒരു ദിർഹമുക്ക് തണ്ട 6 രൂപയാണ് കേട്ടു. അപ്പൊ അങ്ങ് ചെന്നത്, നബിയെ അത് വെറുതെ തന്നെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും വേണ്ടല്ലേ, ഞങ്ങൾ എന്തിനാക്കുക അതില് ചത്തയാട് കറിയാക്കുക കൂടെ അല്ല എന്തിനേക്കോ അല്ല. ഇനി അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് അങ്ങനെ അപ്പൊ സഹാബാക്കൾ കേൾക്കിടാറ് ചൊല്ലാറ്, നബിയെ അത് ഞങ്ങൾ എടുത്തുറങ്ങാൻ എന്തും അത് ഇഷ്ടപ്പെടില്ല, എന്തിനായിരിക്കും അത് എന്തിനാക്കടേ ഞങ്ങൾ എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, ഇങ്ങനെ തന്നെ നിങ്ങൾ എടുത്തോളാറ്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാറ. അപ്പൊ അങ്ങ് ചൊല്ലാറ്, നബിയെ അത് ചത്തതല്ല, ജീവൻ ഇൻസിൻ കണ്ടെങ്കിൽ ആർക്ക് വേണ്ട എന്ത് കേട്ടെങ്കിൽ അതിലെ കാത് ശരിയായിട്ട് അങ്ങനെ ഒരു ന്യൂനത അതൊക്കെയുണ്ട്. പിന്നെ അത് ചത്തിട്ടാൻ പിന്നെ ആർക്ക് വേണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, അള്ളാഹുടെ തന്ന സത്യം, ഈ ചത്ത ആട് നിങ്ങൾക്ക്, ഈ ന്യൂനതയുള്ള ചത്ത ആട് നിങ്ങൾക്ക് എത്ര നിസാരമായതോ അത്ര തന്നെ അള്ളാഹിന്റെ അടുക്കൽ ദുനിയാവും അത്രക്കും നിസാരമായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു. അപ്പൊ ദുനിയാവ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വില കൽപ്പിച്ചിട്ടില്ല എന്നായിട്ട് സ്വഹാബാക്കൾക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിക്കൊടുക്കുക. അത് ആ സമയത്ത് വിവരിച്ചു കൊടുക്കില്ല, ഓരോന്നും ഓരോ സന്ദർഭത്ത് അതത് സമയത്ത് വിവരിച്ചു കൊടുക്കും. ഒരാട് ചത്ത് കിടക്കുമ്പോഴത്തേക്കും അപ്പൊ അത് ആ സ്വഹാബാക്കൾ എന്തല്ല നബി അങ്ങനെ ചെന്നിട്ട് അമ്മ അങ്ങ് എതിർ ചെന്നതൊന്നും അല്ല, അതങ്ങൾക്ക് പഠിപ്പാട്ടി കൊടുത്തതായിട്ടിരിക്കരുത്, അതൊരു രീതിയായിട്ടിരിക്കരുത്. എന്താ ഇത് നിങ്ങൾക്ക് ഒരു ദിർഹമുക്ക് വേണം, ഞങ്ങൾ എന്തിനാക്കട നബി അതിൽ ഒരു ദിർഹം എടുത്തിട്ട് ഫ്രീ ആയിട്ട് തരണം, ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾ വേണോട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാറോ. അപ്പോൾ അല്ലാതെ അത് ജീവനെങ്കിലേ നമുക്ക് എന്തില്ല,
വേറെ ആരും വലിയ അതിക്ക് ബല കൊടുക്കണമെങ്കിൽ തരല്ല ചെന്നെങ്കിൽ അതിൽ ആ കാത് ശരി അങ്ങനെ ഒരു ന്യൂനത അതൊക്കെ ഉണ്ട്. അപ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം, ഇത് എത്ര നിസാരമായതോ നിങ്ങളെ കണ്ണിൽ അത്ര തന്നെ അള്ളാഹു ദുനിയാവും ചൊല്ലത് അള്ളാഹുടെ അടുക്കൽ അത് നിസാരമായത് എന്ന്. ഹദീസ് നമുക്ക് നോക്കാം. 464 വൻ ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിസ്സൂഖി, നബി തങ്ങൾ അങ്ങാടിയിലൂടെ നടന്നുപോയി, അണ്ടത്തെ ആ മാർക്കറ്റിലൂടെ കൂടി. വന്നാസു കനഫതൈഹി, ജനങ്ങളൊക്കെ സ്വഹാബാക്കളൊക്കെ നബിയുടെ ഭാഗങ്ങളിലുണ്ട്, ജനസൈഡിലായിട്ടുണ്ടാവും. ഫമറ ബിജദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കോലാടറെ കുഞ്ഞ് അതിരരികിലൂടെ പോയിട്ട് അസക്ക ചെന്നെങ്കിൽ കാത് ചെരിയെന്നർത്ഥം, മയ്യത്തിന് ചത്ത് കിടക്കണം. ഫതനാവലു, നബി തങ്ങൾ അത് എടുത്ത് ഫാഹദ ബിയുദിനെ അതിലെ കാതിലിങ്ങനെ പിടിച്ചു വയ്ക്കുന്നത് ആട്ടർ കുഞ്ഞ്. സുമ്മക്കാല, എന്നിട്ട് നബി തങ്ങൾ ചെന്ന് അയ്യുക്കും നിങ്ങളിൽ നിന്ന് ആറായിട്ടിരിക്കുന്നത് യുഹിബു ഇഷ്ടപ്പെട്ട് അയ്യക്കൂന ഹാദ ലഹു, ഇത് അവന് കാവലിന് അവൻ ഇഷ്ടപ്പെട്ട ബിദിർഹമിൻ ഒരു ദിർഹം, അതായത് ഒരു ദിർഹം തന്നിട്ട് എടുത്തോളം ആര് ഇഷ്ടപ്പെട്ടാറ്. ഫക്കാലു, അപ്പം അങ്ങ് ചെന്നത് മാ നുഹിബു, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അന്നഹു ആ ആട് ലന ഞങ്ങൾക്കാകല്ലേ, ബിഷൈഇൻ ഒരു ദിർഹം എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അത് എടുത്തോല്ലേ ചൊല്ലുന്ന ഞങ്ങൾ ഇഷ്ടപ്പെടില്ല. വമാ നസ്നഉ ബിഹി, നബി അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഈ ആട്ടിനെ കൊണ്ട് എന്താക്കണേ, ഞങ്ങൾ കറിയാക്കുക അവിടെ ഇല്ല, ചത്ത് പിന്നെന്തിരേക്ക് അവിടെ എന്ത് പറഞ്ഞു. സുമ്മക്കാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ കേട്ട് ആ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടാറ അന്നഹുലക്കും, അത് നിങ്ങൾക്കാവലെ നിങ്ങൾ ഇഷ്ടപ്പെടാറ, അവിടെ ഒരു ദിർഹം പോട്ടെ അങ്ങനെ. കാലു, അവർ അങ്ങ് ചെന്നത് വല്ലാഹി, അള്ളാഹിനെ തന്ന സത്യം, ലൗകാന ഹയ്യൻ, ആ ആട് ഹയാത്തുള്ള ആടാണെങ്കിൽ തന്നെ, കാന ഐബൻ, അതെന്തായി ഐബായിട്ട്, ഐബന് ന്യൂന്യതയുണ്ട്. അന്നഹു അസഖ്, അതെന്തായിട്ട് അസക്കായിട്ട് അതിൽ കാത് ചെരി. ഫകൈഫ വഹുവ മയ്യിത്ത്, പിന്നെ അങ്ങനെ നബിയെ വഹുവ മയ്യിത്ത്, അത് ചത്ത് കിടക്കുമ്പോഴത്തേക്കും. ഫഖാല, അപ്പൊ നബി തങ്ങൾ ചെന്ന് ഫവല്ലാഹി, അള്ളാഹിനെ തന്ന സത്യം, ലദ്ദുനിയ, ദുനിയാവ് അഹ്വനു അലല്ലാഹി, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും നിസാരമായതാണ്, മിൻ ഹാദ, ഇത് നിസാരമായതിനേക്കാൾ, അലൈക്കും നിങ്ങൾക്ക് ഈ ആട് നിങ്ങൾക്ക് നിസാരമായതിനേക്കാളും ദുനിയാവ് എന്നുള്ളത് അള്ളാഹ്ക്ക് ഏറ്റവും നിസാരമായതായിട്ട്. അതുകൊണ്ട് ദുനിയാവ് അള്ള ഇല്ലാന്ന് ചൊല്ലിട്ടെങ്കിൽ അള്ള കൊടുക്കട ദുനിയാവിലെ നിഅമത്ത്, അള്ളാഹുടെ ധിക്കരിക്കലെങ്കിൽ അള്ള കൊടുക്കട, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിഷേധിക്കലെങ്കും കൊടുക്കട, ഇബാദത്ത് ചെയ്യാത്തെങ്കും ദുനിയാവിൽ അള്ള നിഅമത്ത് കൊടുക്കുക. അപ്പൊ ദുനിയാവിൻ്റെ ഏറ്റവും ദുനിയാവ് അള്ളാഹു വില കൽപ്പിച്ചിട്ടില്ല എന്നായിട്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങളൊക്കെ സാലിഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടെ കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.